അത് എന്റെയാ, അത് എനിക്ക് തരണമെന്ന്. എന്റെ ദൈവമേ, ആർക്കും ഇടത്ത് ചുമക്കോ അവകാശക്കാരോ? ചുമയുടെ കാര്യമല്ല പറഞ്ഞ്, എന്റെ കട്ടിലിന്റെ കാര്യോ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോഴേ കേറി അങ്ങ് ഇരിക്കുവന്നല്ലേ. ഇറങ്ങി പോതള്ള എന്റെ കട്ടിലിൽ നിന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കട്ടിൽ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കൊണ്ടപ്പോ ഞാൻ കയറി കിടന്നതാ. ഒഴിഞ്ഞു കിടക്കുന്നിടത്ത് കേറി ഇരിക്കാൻ നിങ്ങൾ ആരാ? മൂർഖൻ പാമ്പാന്നോ? അയ്യോ, ചീറ്റുന്നുണ്ട്. ഇത് മൂർഖൻ പാമ്പ് തന്നെയാ. സ്വഭാവം മാറ്റി ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, നിങ്ങളുടെ സ്വഭാവം മാറ്റി കല്യാണം ആലോചിക്കാൻ വന്നേന്നല്ല. ഞാൻ എന്റെ കട്ടിൽ അന്വേഷിച്ചു വന്നേ. നിങ്ങളൊന്ന് പോയേ. തമ്പിക്കുട്ടൻ പിള്ള കട്ടിൽ നിർമ്മാണ കേന്ദ്രം. നിന്റെ പേര്? എന്റെ പേര് നിങ്ങൾക്ക് എന്താ അറിഞ്ഞിട്ടാ? നിങ്ങൾ എന്റെ കട്ടിലിൽ നിന്ന് പോയേ. കുറെ നേരമായി. അയ്യോ, എന്തിനാ കൊള്ളാലോടി. ഇത് എവിടുന്ന് വാങ്ങിച്ചാടി? എത്ര രൂപടി? കൊള്ളാവോ? ഇതേ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആ ഫാൻസി കടയിൽ നിന്ന് മേടിച്ചു കേട്ട്. അവിടെ ആണെങ്കിൽ 60 രൂപയുടെ, ഇവിടെ ആണെങ്കിൽ 30 രൂപയ്ക്ക് കിട്ടിപ്പോയാന്. അല്ലേലും അങ്ങനെ ചിലവന്മാര് കഴുത്തറത്തേ വാങ്ങിക്കത്തുള്ളൂ. സത്യം. ഞാൻ അങ്ങ് ഇറങ്ങിയപ്പോ നീ അങ്ങ് കേറിയിരുന്നോ? ആഹാ, ഞാൻ പോയപ്പോ നിങ്ങൾ കേറിയിരുന്നു. നിങ്ങൾ പോയപ്പോ ഞാൻ കേറിയിരുന്നു. അതിനിപ്പോ എന്തുവാ? ഇതാ പറയണ്ടേ, അവനോട് ഇരിക്കുന്നിടത്തിരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുന്നു. ആരടി പട്ടി? തള്ള ഇവിടെ കിടന്ന് ഒറ്റ ചവിട്ടിയാൻ ചവിട്ടോടി. ഞാൻ നിങ്ങളെ ചവിട്ടത്തില്ല. അത് എന്താന്നറിയാമോ? എന്റെ കാലിൽ നീളമില്ലാതായി പോയി. ലൈസൻസ്? എന്റെ പൊന്നു സാറേ, എനിക്ക് ലൈസൻസും ഇല്ല, ഞാൻ വണ്ടി ഓടിക്കത്തില്ല. എന്റെ പൊന്നു സാറേ, എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ലേ. അതല്ല, ടെൻഷൻ കാരണമുണ്ടല്ലോ. ആ മിണ്ടാതിരിക്കുന്ന ഇംഗ്ലീഷ് പറയുന്നേത്താ. ഓ, സൈലൻസ്. അല്ല, നിങ്ങൾക്ക് എന്താ രോഗം? എന്റെ പൊന്നു സാറേ, എനിക്കാണെങ്കിൽ ഒട്ടും വയ്യാതെ ഞാൻ ഇവിടെ ഇരിക്കുവാ. എന്റെ സാറേ, ഈ കട്ടിൽ എന്റെ, ഇതെനിക്ക് വേണം. ഇത് എന്റെ കട്ടില, ഇത് എനിക്ക് വേണം. ഈ കട്ടിലുണ്ടല്ലോ സാധാ പനിക്കാർക്ക് കൊടുക്കുന്നതല്ല, വിറച്ചു പനിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. എന്നാ വിറയല്! ആ വാടി കിടക്കുന്നവരുടെ വിറയല് കാണണം. ഇതൊന്നും അല്ല വിറയല്. ആ OP വരുന്നവരെ കണ്ടു നോക്ക നിങ്ങള്. ഇത് ആശുപത്രിയാണോ പബ്ബാണോ? എന്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ പറയാ. പറ. ഞാൻ ലീല. വിലാസം പറയൂ. എന്റെ പൊന്നു സിസ്റ്ററെ, ആരെങ്കിലും അങ്ങോട്ട് പോയി എന്റെ കട്ടില എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാ ഇവരുടെ മെയിൻ സ്വഭാവം. അത് ഇവിടെ ഇപ്പൊ പറയാനുള്ള കാര്യം സിസ്റ്റർ അല്ലേ പറഞ്ഞത് ലീല വിലാസം പറയാനായിട്ട്? വിലാസം പറ. തോട്ടുവക്കത്ത് ഇരിക്കാ. ഇവരാരാ? തവളയാന്നോ? പേരെന്താ? എന്റെ പേര് മോളി എന്നാ സിസ്റ്ററെ. മോളി, കട്ടിലിന്റെ മോളി നിറങ്ങ്. അച്ഛന്റെ പേര്? അയ്യോ, എനിക്ക് അച്ഛനില്ല. അത് ഇവിടെ നീ കിടന്ന് കാണിക്കുന്നത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങളൊന്ന് പോയേ. എന്റെ അച്ഛൻ മരിച്ചുപോയി സിസ്റ്ററെ. അല്ല, അച്ഛന്റെ പേര് വേണം, ഫയലിൽ എഴുതാനാ. എന്റെ അച്ഛന്റെ പേര് അയ്യോ, എന്തുവായിരുന്നാ പേര്? കിടന്നിടത്ത് രവി. കിടന്നിടത്ത് രവി എന്റെ കുടുംബ പേരാ കേട്ടോ. എന്നാ കിടന്നിടത്തുനിന്നായിരിക്കത്തില്ല, വല്ലോന്റെ സ്ഥലത്ത് കയറി കിടന്നിടത്തുനിന്നായിരിക്കും. എന്റെ പൊന്നെ സിസ്റ്ററെ, ഇവര് കൊറേ നേരം കൊണ്ട് എന്നെ ചൊറിയുവാണേ. എന്താ അസുഖം? എന്റെ സിസ്റ്ററെ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരൊറ്റ മോള്. അതാണോ നിന്റെ അസുഖം? കല്യാണം കഴിഞ്ഞാണോ? അച്ഛൻ്റെ അമ്മയാണോ? അല്ല, ഈ കുട്ടിയുടെ. ഞാൻ കഴിച്ചിട്ടില്ല സിസ്റ്ററെ. അയ്യോ, ഞാനെന്തിനാണോ കരയുന്നേ? ആരെങ്കിലും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ എനിക്ക് വിഷമമാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എനിക്കൊരു ചായം പഴംപൊരി വാങ്ങിച്ചോണ്ട് വരുവോ? സിസ്റ്ററെ, ഇത് എന്റെ കട്ടില, ഇത് എനിക്ക് വേണം. എനിക്ക് വേണം സിസ്റ്ററെ, ഇത് എന്റെ കട്ടില, ഞാൻ കൊടുക്കത്തില്ല. ഇത് എനിക്ക് വേണം. സിസ്റ്ററെ, ഇത് എനിക്ക് വേണം. രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. ഒട്ടും വയ്യാത്തവർക്ക് കൊടുത്ത കട്ടിലായത്. ഹലോ ഡോക്ടറെ, 2 രോഗികൾ ഒരുമിച്ച് ബോധം കെട്ടി വീണിരിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ? അയ്യോ, ഓക്കെ. മര്യാദക്ക് രണ്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിലെ ബെഡായിട്ട് കയറിക്കോ. എന്റെ പൊന്ന് സിസ്റ്ററെ.